ശക്തനെന്നാകിലും ഭക്തനെന്നാകിലും മന്നനെന്നായിടിലും ശക്തനെന്നാകിലും ഭക്തനെന്നാകിലും മന്നനെന്നായിടിലും പാരം കണ്ണീരോടെ വന്നു വേഗേനെ തീരുന്നു നിത്യലോകം ചേരുന്നു പാരം കണ്ണീരോടെ വന്നു വേഗേനെ തീരുന്നു നിത്യലോകം ചേരുന്നു കർത്താവു ഞങ്ങൾക്കു സങ്കേതമാണെന്നും ശാശ്വത ദൈവമെന്നും. ഇപ്പോൾ നാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയിസ് എന്ന ആത്മീയ സന്തോഷ. ഇന്ന് ആരാധനാത്മകമായ ചിന്ത പങ്കുവയ്ക്കുന്നത് കർത്താവിന്റെ ദാസൻ സാബു ടിപ്പോൾ വെട്ടിയാർ. ദൈവത്തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. മോർണിംഗ് വോയിസ് എന്ന ക്രിസ്തീയ പ്രോഗ്രാമിലൂടെ പ്രഭാത സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ള പ്രഭാത വന്ദനത്തെ ഞാൻ പ്രാരംഭമായി ഈ പരിമിതമായ വാക്കിലൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. സർവസൃഷ്ടിജാലങ്ങൾക്കും ആരാധ്യനായ ദൈവം, ദൂതവൃതം സാദരം അടിപണിയുന്ന ആത്മരൂപൻ, അപരിമേയനായ അത്യുന്നതനായ ദൈവം, സർവ്വലോകങ്ങളും വീണു വണങ്ങി ആരാധിക്കുന്ന അവിടുത്തെ മഹത്വവും കീർത്തിയും അവർണ്ണനീയമത്രേ. ഈ ദൈവമഹത്വത്തെ പ്രകീർത്തിക്കുന്ന അനേക സങ്കീർത്തനങ്ങളിൽ ഒന്നാണ് 67-ാമത്തെ സങ്കീർത്തനം. 67-ാമത്തെ സങ്കീർത്തനം ദൈവമഹത്വത്തെ പ്രകീർത്തിക്കുന്ന സങ്കീർത്തനമാണ്. തൻ്റെ കീർത്തി എന്താണെന്ന് നാം തിരുവചനം പഠിക്കുമ്പോൾ അവിടെ കാണുവാൻ കഴിയുന്നത് അവിടുന്ന് മാത്രമാണ് ആരാധനയ്ക്ക് യോഗ്യൻ എന്നുള്ളതാണ്. 67-ാം സങ്കീർത്തനം 7-ാം വാക്യം വായിക്കുമ്പോൾ ഭൂമിയുടെ അറുതികളൊക്കെയും തന്നെ ഭയപ്പെടട്ടെ. അപ്പോൾ ഭൂമിയുടെ അറുതികൾ, മുഴുലോകവും ദൈവത്തിൻ്റെ മുൻപാകെ തന്നെ ഭയപ്പെട്ടുകൊണ്ട് ആരാധിക്കണമെന്നുള്ളത് തിരുവചനം വളരെ വ്യക്തമായിട്ട് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അവിടുന്ന് മാത്രം ആരാധനയ്ക്ക് യോഗ്യനാണ്. ഭൂമിയുടെ അറുതികളൊക്കെയും തന്നെ ഭയപ്പെടണം, ഭക്തിയോടെ ആരാധിക്കണമെന്നുള്ളത് ദൈവ തിരുവെഴുത്ത് വ്യക്തമാക്കുന്ന ഒരു കാര്യമാണ്. നമ്മുടെ ദൈവം, നമ്മുടെ വീണ്ടെടുപ്പുകാരൻ, അവിടുന്ന് ആരാധനയ്ക്ക് യോഗ്യനാണ്. എന്തുകൊണ്ടാണ് അവിടുന്ന് ആരാധനയ്ക്ക് യോഗ്യനായിരിക്കുന്നത്? ഈ ധന്യമായ നിമിഷങ്ങൾ നമ്മുടെ കണ്ണുകൾ, ഹൃദയക്കണ്ണുകൾ കർത്താവിലേക്ക് ഉയർത്താം. അവിടെ നമുക്ക് തിരുവെഴുത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു യാഥാർത്ഥ്യം ഇങ്ങനെയാണ്. 67-ാം സങ്കീർത്തനം 1-ാം വാക്യം വായിക്കുമ്പോൾ അവിടുന്ന് കരുണയുള്ളവനാണ്. പ്രിയമുള്ളവരെ, ഇന്നത്തെ നമ്മുടെ വാർത്താ മാധ്യമങ്ങളിലൂടെയൊക്കെ നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന അനേക സംഭവങ്ങൾ, അത്തരം സംഭവങ്ങളെ ഒന്ന് വിലയിരുത്തുവാനോ വേണ്ട വിധത്തിൽ അതിനെക്കുറിച്ച് ഗ്രഹിക്കാനോ കഴിയാതെ വണ്ണം മനുഷ്യൻ്റെ മനസാക്ഷിയെ മരവിപ്പിക്കുന്ന വളരെ ദയനീയമായിട്ടുള്ള സംഭവങ്ങളാണ് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. അനേകരുടെ കരുണ അറ്റുപോയി, ആർദ്രതയില്ലാത്ത, മനസ്സലിവില്ലാതെ, മറ്റുള്ളവരുടെ അനുകമ്പയില്ലാതെ തീർന്നിരിക്കുന്ന ജനത്തിൻ്റെ പ്രവൃത്തികൾ സമൂഹത്തെ തന്നെ ബാധിച്ചിരിക്കുന്ന വലിയ വിപത്തായിട്ട് മാറുന്ന ലോകത്ത് ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, നാം ആരാധിക്കുന്ന, നാം സ്തുതിക്കുന്ന, നാം മഹത്വപ്പെടുത്തുന്ന നമ്മുടെ കർത്താവ് അവിടുന്ന് കരുണയുള്ള കർത്താവാണ് അവിടുന്ന്. മാത്രമല്ല, എന്താണ് കരുണ എന്ന് പറഞ്ഞാൽ? പ്രിയമുള്ളവരെ, ന്യായമായി നമുക്ക് അർഹതപ്പെട്ടത് നമുക്ക് തരാതിരുന്നതാണ് ദൈവത്തിൻ്റെ കരുണയെന്ന് പറയുന്നത്. നമുക്കെന്തായിരുന്നു അർഹതപ്പെട്ടത്? നിത്യനരകശിക്ഷാവിധിയായിരുന്നു. പാപത്തിൻ്റെ ഫലമായ നിത്യനരകശിക്ഷാവിധി അത് ചുമക്കേണ്ടവരായിരുന്നു, അല്ലെങ്കിൽ ആ നിത്യനരകശിക്ഷാവിധിയിലേക്ക് നിബന്ധിക്കേണ്ടവരായിരുന്നു നമ്മൾ. എന്നാൽ കരുണാമയനായ ദൈവം തൻ്റെ കരുണ വെളിപ്പെടുത്തിയപ്പോൾ അർഹതപ്പെട്ട നരകശിക്ഷാവിധി നമ്മിൽ നിന്ന് മാറ്റി എന്നുള്ളതാണ് ദൈവത്തിന് നമ്മോട് തോന്നിയ കരുണ എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് നമുക്ക് തിരുവചനത്തിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. പ്രിയമുള്ളവരെ, അവിടുന്ന് കരുണാമയനായതുകൊണ്ട്, കരുണയുള്ളവനാകൊണ്ട് അവിടുന്ന് ആരാധനയ്ക്ക് യോഗ്യനാണ്. രണ്ടാമത്, അവിടുന്ന് ആരാധനയ്ക്ക് യോഗ്യനായത് എന്തുകൊണ്ടാണ്? 2-ാമത്തെ വേദഭാഗം 67-ാം സങ്കീർത്തനം അതിൻ്റെ 2-ാമത്തെ വേദഭാഗത്ത് നാം ഇങ്ങനെ വായിക്കുന്നു, സകലരെയും രക്ഷിപ്പാൻ ശക്തനാകയാൽ അവിടുന്ന് ആരാധനയ്ക്ക് യോഗ്യനാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ കർത്താവ്, നാം ആരാധിക്കുന്ന, മഹത്വപ്പെടുത്തുന്ന, സ്തുതിക്കുന്ന നമ്മുടെ കർത്താവ് അവിടുന്ന് സകലരെയും രക്ഷിപ്പാൻ കഴിയുന്നവനാണ്, രക്ഷിപ്പാൻ ശക്തനാണ് എന്ന് തിരുവചനം വളരെ വ്യക്തമായിട്ട് നമ്മെ ഓർപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മെ രക്ഷിപ്പാൻ പ്രാപ്തനായ ദൈവം,
അവിടുന്ന് ആരാധനയ്ക്ക് യോഗ്യനാണ്. നാം തിരുവചനത്തിൽ വായിക്കുന്നത് പാപത്തിൻ്റെ ശമ്പളം മരണമാണ്. നിത്യമായ നരകശിക്ഷാവിധിയുടെ ആ വലിയ ഘോരാഗ്നിയിൽ നിന്ന് നമ്മെ സ്നേഹത്തോടെ രക്ഷിച്ച അവിടുന്ന് ശക്തനാണ്. പ്രിയമുള്ളവരെ, അവിടുന്ന് ശക്തനാണ്, അതുകൊണ്ട് അവിടുന്ന് ആരാധനയ്ക്ക് യോഗ്യനാണ്. വാക്യം 3 നമ്മൾ വരുമ്പോൾ, സകല ജാതികളും നിന്നെ സ്തുതിക്കും. അവിടുന്ന് രക്ഷിപ്പാൻ ശക്തനാകയാൽ സകല ജാതികളും അങ്ങയെ സ്തുതിക്കുമെന്ന് തിരുവചനത്തിൽ വായിക്കുന്നുണ്ട്. വെളിപ്പാട് പുസ്തകം 5-9 വാക്യം വായിക്കുമ്പോൾ, നീ അവിടുന്ന് അറുക്കപ്പെട്ടു, അവിടുത്തെ രക്തം കൊണ്ട് സകല ഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിലുമുള്ളവരെ ദൈവത്തിനായിട്ട് വിലയ്ക്ക് വാങ്ങി എന്ന് നമ്മൾ തിരുവചനത്തിൽ വായിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, സകലരെയും രക്ഷിപ്പാൻ പ്രാപ്തനായിരിക്കുന്ന നമ്മുടെ കർത്താവ് നമ്മുടെ വീണ്ടെടുപ്പിന് വേണ്ടി, രക്ഷയ്ക്ക് വേണ്ടി, നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് തൻ്റെ പുത്രനായിരിക്കുന്ന കർത്താവായ യേശുക്രിസ്തുവിനെ ലോകത്തിലേക്ക് അയച്ച് രക്ഷ സാധിപ്പിച്ചു എന്ന് തിരുവചനം വളരെ വ്യക്തമായിട്ട് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അവിടെ വായിക്കുന്നത്, നീ അറുക്കപ്പെട്ടു. പ്രിയമുള്ളവരെ, നമ്മുടെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി, നമ്മെ രക്ഷിക്കേണ്ടതിന് വേണ്ടി, നമ്മെ ദൈവത്തിൻ്റെ പുത്രീപുത്രന്മാരാക്കേണ്ടതിന് വേണ്ടി, സ്വർഗത്തിൽ നമ്മെ ഇരുത്തേണ്ടതിന് വേണ്ടി, നമ്മുടെ പാപങ്ങൾ മുഴുവനായി കഴുകിക്കളഞ്ഞ് നമ്മെ നിർമ്മലന്മാരാക്കി ശുദ്ധിയുള്ളവരാക്കി തീർക്കേണ്ടതിന് വേണ്ടി അവിടുന്ന് അറുക്കപ്പെട്ടു. ഗോൽഗോഥ മലമുകളിലേക്ക് നമ്മുടെ കണ്ണുകൾ ഉയർത്തുമ്പോൾ അവിടെ നമുക്ക് വേണ്ടി പരമയാഗമായി തീരുന്ന ദൈവക്കുഞ്ഞാടിനെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ശിരസിൽ മുൾമുടി അണിയപ്പെട്ടവനായി, കൈകാലുകളിൽ ആണിയടിക്കപ്പെട്ടവനായി, തൻ്റെ അവസാനത്തുള്ള രക്തം വരെയും മാനവജാതിയുടെ പാപവിമോചനത്തിന് വേണ്ടി ഒഴുക്കുന്ന ദൈവസ്നേഹത്തിൻ്റെ മഹത്വം നമുക്കവിടെ ദർശിക്കുവാൻ കഴിയുന്നുണ്ട്. പ്രിയമുള്ളവരെ, അവിടുന്ന് സകല ജാതികളും സ്തുതിക്കുവാൻ യോഗ്യനായ, സകലരെ രക്ഷിപ്പാൻ ശക്തനായ ദൈവമാകയാൽ അവിടുന്ന് ആരാധനയ്ക്ക് യോഗ്യനാണ്. മൂന്നാമതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് 67 സങ്കീർത്തനം 4 വാക്യമാണ്. ന്യായമായ വിധി നടത്തുന്നവനാകയാൽ അവിടുന്ന് ആരാധനയ്ക്ക് യോഗ്യനായി. നമ്മുടെ ശിക്ഷാവിധി പൂർണ്ണമായിട്ട് മാറ്റി, നമ്മുടെ മേൽ വരേണ്ട പാപത്തിൻ്റെ ശിക്ഷയായ നരകശിക്ഷാവിധി നമ്മിൽ നിന്നും മാറ്റി, നമ്മുടെ ന്യായവിധി പൂർണ്ണമായിട്ടും മാറ്റി നമ്മെ സ്വതന്ത്രരാക്കിയ ദൈവസ്നേഹത്തിൻ്റെ മഹത്വം. പ്രിയമുള്ളവരെ, അവിടുന്ന് ന്യായമായ വിധി നടത്തുന്നവനാകയാൽ ആരാധനയ്ക്ക് യോഗ്യനാണ്. ദൈവമഹത്വത്തെ പ്രകീർത്തിക്കുന്ന 67 സങ്കീർത്തനത്തിൽ തൻ്റെ കീർത്തി എന്താണെന്ന് നമ്മൾ ചിന്തിച്ചു. അവിടുന്ന് മാത്രമാണ് ആരാധനയ്ക്ക് യോഗ്യൻ. ഭൂമിയുടെ അറുതികളൊക്കെയും ദൈവത്തെ ഭയപ്പെടണം. അവിടുന്ന് കരുണയുള്ളവനാണ്, ആകയാൽ അവിടുന്ന് ആരാധനയ്ക്ക് യോഗ്യനാണ്. സകലരെയും രക്ഷിപ്പാൻ ശക്തനാണ്, അവിടുന്ന് ആരാധനയ്ക്ക് യോഗ്യനാണ്. ന്യായമായി വിധി നടത്തുന്നവനാകയാൽ അവിടുന്ന് ആരാധനയ്ക്ക് യോഗ്യനാണ്. ഇത്ര ശ്രേഷ്ഠനായ, മഹോന്നതനായ, മഹത്വധാരിയായ കർത്താവിനെ നന്ദിയോടെ ആരാധിക്കുവാൻ, സ്തുതിക്കുവാൻ, മഹത്വപ്പെടുത്തുവാൻ അനുഗ്രഹീതമായ ദിവസം നമുക്ക് സമ്മാനിച്ചതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കാം. സർവ്വസ്തുതിയും ബഹുമാനവും പുകഴ്ചയും അവിടുത്തെ പാദാന്തിക നമുക്ക് അർപ്പിക്കാം. ദൈവനാമം ഇന്നും എന്നും എന്നേക്കും മഹത്വമെടുക്കുമാറാകട്ടെ. ആമേൻ.